ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാതെയും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മൾ ആ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് 5 കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും. നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ആ സങ്കീർത്തനക്കാരനോട് 5 കാര്യങ്ങൾ പറയുന്നു. ദൈവത്തിൻ്റെ വഴികൾ നടന്ന്, കർത്താവിനോട് ചേർന്ന് നിന്ന്, കർത്താവിനോട് കൂടെ ഇരുന്ന്, കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തി, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പച്ചയായ വൃക്ഷം പോലെ ഇരിക്കും. ഭൂമിയിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല ഒരിക്കലും ഒരു വ്യക്തി യേശുവിനെ ആശ്രയിക്കുന്നത്. തൻ്റെ തകർച്ചകളുടെ നടുവിൽ, സ്വസ്ഥതയില്ലാതെ ഭാരപ്പെട്ട് തകർന്നിരിക്കുന്ന അവസ്ഥകളുടെ നടുവിൽ യേശുവെ എന്ന് വിളിച്ച് ആ യേശുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ കടന്നുവന്ന് പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആ വ്യക്തിക്ക് സ്വർഗീയമായ സമാധാനം കർത്താവ് നൽകുന്നത് കൊണ്ടാണ് ഒരു വ്യക്തി യേശുവിൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാ വഴികളിലും കർത്താവിനെ നനച്ച് ശക്തിതാവായ സർവശക്തനായ കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ ആ സർവശക്തൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം കർത്താവ് നമ്മുടെ മേൽ പകരും. ആ ദൈവത്തിൻ്റെ ആ മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ആ ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കും. ആ ദൈവിക സമാധാനം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ എല്ലാ വഴികളിലും കർത്താവ് പകരും. 101-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അത്യുന്നതന്റെ മറവിൽ വസിപ്പാൻ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർപ്പാൻ, കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൽ വസിപ്പാൻ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. അതിൽ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. നമ്മെ ഉയർത്തുന്ന, നമ്മെ സ്നേഹിക്കുന്ന, ആ പുതുജീവൻ നൽകുന്ന, നമ്മളെ ആള് മാറിയവരെ പോലെ ആക്കുന്ന കർത്താവിൻ സന്നിധി നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് കർത്താവ് ട്രാൻസ്ഫോർമേഷൻ നൽകും. തലമുറകളുടെ ജീവിതത്തിൽ കർത്താവ് ട്രാൻസ്ഫോർമേഷൻ നൽകും. നമ്മൾ പോകുന്ന വഴികൾ, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ, തലമുറകൾ അനുസരണമില്ലാത്തവരായി പോകുന്നുവെങ്കിൽ അവരുടെ ഹൃദയത്തിന് രൂപാന്തരം കൊടുക്കുന്ന, നമ്മൾക്ക് പലതിനെയും ജയിക്കുവാൻ കഴിയുന്നില്ലയോ, അതിനെ ജയിക്കുവാനുള്ള ശക്തി നമ്മുടെ മേൽ പകരുന്ന, നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം നൽകുന്ന, നമ്മൾക്ക് വിരോധമായി നിൽക്കുന്ന ശക്തികൾക്ക് അനുകൂലമാക്കുന്ന, സാഹചര്യങ്ങളെ നമ്മൾക്ക് അനുകൂലമാക്കുന്ന, വ്യക്തികളെ നമ്മൾക്ക് അനുകൂലമാക്കുന്ന, എല്ലാ വഴികളെയും നമ്മൾക്ക് അനുകൂലമാക്കി തരുന്ന കർത്താവിൻ്റെ കരങ്ങൾ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നുവെങ്കിൽ ഈ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ നിറയ്ക്കും. സ്വർഗീയ സമാധാനം, കർത്താവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലും, തലമുറകളുടെ മേലും, കുടുംബത്തിന് മേലും, നിങ്ങളെ പ്രാർത്ഥിക്കുന്ന, ഓർത്ത് ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും സ്വർഗത്തിലെ ദൈവം പകരുമാറാകട്ടെ. ഈ സ്വർഗത്തിലെ ദൈവത്തിലെ എല്ലാ അനുഗ്രഹങ്ങളാൽ ദൈവം നിങ്ങളെ നിറച്ച് അനുഗ്രഹിക്കട്ടെ.